തുറന്നു കൊടുത്തിട്ടുണ്ടോ? എന്ത്? അതായത് ചേച്ചി തന്നെ പറയുകയുണ്ടായി, അമേരിക്കയാണെങ്കിൽ പല സ്റ്റേജ് പ്രോഗ്രാമിലും അറ്റൻഡ് ചെയ്തു, നല്ല നല്ല ബന്ധങ്ങൾ ചേച്ചിക്കുണ്ട്. എന്നിരുന്നാലും കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ ചേച്ചിക്ക് പറ്റാത്തതുകൊണ്ട് പല അവസരങ്ങളും നഷ്ടമായിട്ടുണ്ട്. അപ്പൊ ഈ മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുക, മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുക, ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി തുറന്നു കൊടുത്തിട്ടുണ്ടോ? എന്തോടെ ചോദിക്കുന്നത്? അല്ല, ചേച്ചി തന്നെ പറഞ്ഞല്ലോ എക്സ്പീരിയൻസ്ഡ് ആണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അജിനെ, എന്നെ അറിയാവുന്ന ആളല്ലേ നീ? അല്ലേ? എന്നെ നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ? അതെ. അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണോ അജിനെ? അല്ലേ ചേച്ചി, ഇവൻ എന്ത് തേങ്ങ ഈ പറയുന്നത് നിങ്ങൾക്ക് തോന്നിയില്ല? അതേ ഡൗട്ട് എനിക്കും തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും ആഗ്രഹിച്ചതുപോലെ ആ സ്ത്രീ അവിടെ റിപ്ലൈ കൊടുക്കുന്നതിന് പകരമായിട്ട് അവൻ്റെ കർണം പുകച്ചൊന്ന് കൊടുക്കണം എന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് ഞാനെന്ന് പറയുന്നത്. ഇതേ രീതിക്കാണ് അവൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ നിലവാരം ഇനിയും ക്വസ്റ്റ്യൻസിൽ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഉടനെ ആരെങ്കിലും വന്ന് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പം നമുക്ക് ഇതെന്ന് പറയുന്നത് ഏത് ചാനലാണെന്ന് അറിയാവുന്ന കാര്യമാണ്. സെല്ലുലോയിഡ് മാഗസീൻ എന്ന് പറയുന്ന ഒരു ചാനലാണ്. അജിൻ എന്നാണ് ആ ഇൻ്റർവ്യൂ നടത്തുന്ന വ്യക്തിയുടെ പേര്. അവിടെ ഇരിക്കുന്ന വ്യക്തി എല്ലാവർക്കും അറിയാം, കാരണം സിനിമാ നടിയാണ്, ഒരു സിംഗറാണ്. ഏറ്റവും നല്ല രീതിക്ക് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പേഴ്സണലി ഇഷ്ടം എന്ന് പറയുന്നത് സിംഗറാണ്. നല്ല പാട്ടുകളാണ് പാടുന്നതെന്ന് പറയുന്നത്, നല്ല വോയിസ് ആണ്. പിന്നെ ബിഗ് ബോസിലുണ്ടായിരുന്നു. അതിനേക്കാൾ ഉപരി എന്ന് പറയുന്നത് കോമഡി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ അറിയാം, തട്ടിയും മുട്ടിയില്ലാത്ത ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച വ്യക്തിയാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഏറ്റവും നല്ല രീതിക്ക് പല മേഖലകളിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീയാണ്. അവരടുത്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പം അതിനവർ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് കണ്ടുനോക്കാം. ഇങ്ങനെ ഒരു അലിഗേഷന്റെ അപ്പുറത്ത് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് അമ്മയുടെ അടുത്ത് ചോദിക്കുമോ? ഇങ്ങനെ വീട്ടിൽ പോയിട്ട് പെങ്ങളെടുത്ത് ചോദിക്കുമോ? ഇങ്ങനെ എന്റെ പെങ്ങളും അമ്മയും ഒന്നും സിനിമയിലില്ല. സിനിമയിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും സ്ത്രീയാണോ? എന്റെ വീട്ടുകാർ സിനിമയിലില്ല. ഞാൻ ചോദിക്കുന്നത് സ്ത്രീകളാണോ? ഞാൻ ചോദിക്കുന്ന മനീഷ എന്ന് പറയുന്ന അമ്മയോടല്ല, ഞാന് മനീഷ എന്ന ആക്ട്രസിനോടെ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അവിടെ വീട്ടിലിരിക്കുന്ന എന്റെ വീട്ടുകാരെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ലെന്ന്. എക്സ്ക്യൂസ് മീ, ഇവിടെ ഇരിക്കുന്ന മനീഷ എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്, ഒരു അഭിനേത്രി മാത്രമല്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞു അഭിനേത്രി ആയതുകൊണ്ടാണല്ലോ ഇവിടെ ഞാൻ കൊണ്ടിരുത്തിയത്. അല്ല, മൾട്ടി ടാലന്റഡ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഗായികയാവാലോ, അല്ലെങ്കിൽ ഞാൻ ഒരു പെയിന്റർ ആവാലോ, ഞാനൊരു എഴുത്തുകാരി ആവാലോ. അതോടൊപ്പം തന്നെ ഞാനൊരു സ്ത്രീയാണ്. ആ ബഹുമാനം കാണിക്കേണ്ടത് ഒരു ആങ്കർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ബാധ്യതയാണ്, അല്ലെ? അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യത്തിന് തെറ്റ്, ചോദ്യത്തിൽ ഉറപ്പായിട്ട് തെറ്റാണ്. നിങ്ങൾ നോക്കി കണ്ടു ആൾക്കാരോട് ചോദിക്കും. ചോദ്യം മാറ്റാം. ഓക്കെ, എന്ത് ചോദ്യം മാറ്റാം? ഞാനൊന്നുമില്ല. ഇതിലപ്പുറം ഒരു മറുപടി അവന് കിട്ടാനില്ല. കാരണം അവൻ്റെ കുരു പൊട്ടിയത് കണ്ടില്ലേ കൃത്യമായിട്ട്. അവൻ ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അവരതിനുള്ള മറുപടി കൊടുത്ത് അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ പോലും അവൻ്റെ തെറ്റെന്താണെന്ന് അവൻ അംഗീകരിക്കുമല്ലോ. അവൻ ചോദിച്ചത് ശരിയാണ് പറയത്തില്ലേ, ഞാൻ പിടിച്ച മുയലിൽ 3 കൊമ്പ് എന്നുള്ള അതിന്ന് അവൻ മാറുന്നതേ ഇല്ല. കൃത്യമായിട്ട് കാണാൻ പറ്റും. പക്ഷെ സ്വന്തം വീട്ടിലുള്ള ആൾക്കാരെ പറഞ്ഞ സമയത്ത് കണ്ടില്ല, അവൻ്റെ പെങ്ങളെയോ അമ്മയെ കുറിച്ച് ചോദിച്ച സമയത്ത് കണ്ടില്ല അവന് ദേഷ്യം വന്ന്. അതേപോലെ നിലവാരത്തിലുള്ള ഒരു സ്ത്രീയാണ് തൊട്ട് മുമ്പിലിരിക്കുന്നത്, അല്ലെങ്കിൽ അവൻ്റെ അമ്മയുടെ പ്രായമുള്ളൊരു സ്ത്രീയാണ് എന്ന് കരുതിയിട്ട് ആ രീതിക്ക്, അല്ലെങ്കിൽ അറിയാതെ നാവ് പഴിച്ച് ചോദിച്ചത് പോയതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന കണക്ക് തെറ്റായിട്ട് തോന്നിയെങ്കിൽ അല്ലെങ്കിൽ വേദനിപ്പിച്ചെങ്കിൽ മാപ്പ് എന്ന് പറഞ്ഞത് നേരെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. എന്നിട്ടും ഈ പറയുന്ന എന്തോ ഒരു കുറ്റാന്വേഷണ ഏജൻസി നടത്തുന്ന തലപ്പത്തിരിക്കുന്ന ഏതോ ഒരു തലവൻ ചോദിക്കുന്നത് പോലെയുള്ള ഈ പറയുന്ന ബോഡി ലാംഗ്വേജാണ് അവൻ്റെ മുഖത്തുനിന്ന് അവൻ്റെ ശരീരഭാഷയിലൂടെ നമുക്ക് കണ്ടെടുക്കാൻ കഴിയുന്നതെന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു എന്ന് കരുതി ആ ഒരു മേഖലയിലുള്ള എല്ലാ സ്ത്രീകളും എല്ലാ പുരുഷന്മാരും ഒന്നടങ്കം ഇതുപോലെ വൃത്തികെട്ട രീതിക്ക് നിന്ന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായി കൊടുക്കുന്നവരോ അല്ലെങ്കിൽ അത് നടത്തുന്നവരോ ചോദിച്ചു വാങ്ങുന്നവരോ ആണെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. നമുക്കറിയാവുന്നവരാണ് ഒരു കൂട്ടം ആൾക്കാർ. നമ്മുടെ ഈ ലോകം എടുത്ത് നോക്കിയാലും ചില ആൾക്കാർ ഈ പറഞ്ഞ തെമ്മാടികളും അല്ലെങ്കിൽ കൊലയാളികളും അല്ലെങ്കിൽ പീഡനക്കാരുമായിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു വിഭാഗമുണ്ട് നല്ലവരായിട്ടുള്ളത്. അപ്പോൾ ഒരു നാണയത്തിന് 2 വശമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് മനുഷ്യരുടെ കാര്യം എന്ന് പറയുന്നത്, ആ ഒരു ഫീൽഡിന്റെ കാര്യം. ഇപ്പൊ ഇവൻ സഞ്ചരിക്കുന്ന ഈ ഒരു മാധ്യമ ഫീൽഡ് അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഇതിനകത്തുകൊണ്ട് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരു ചാനലിന്റെ ഈ പറയുന്ന കണക്ക് ചെന്ന് കയറി ഒരു ചാൻസ് കിട്ടുന്ന സമയത്ത് ഇതുപോലെ മിസ്ബിഹേവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ അഡ്ജസ്റ്റ്മെന്റിന് വഴങ്ങുമോ എന്ന് ചോദിക്കുന്ന തലപ്പത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അതിനെക്കുറിച്ചുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. അപ്പം ഇവിടെ മാത്രമല്ല, ഈ പറയുന്ന എല്ലാ മേഖലകൾ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വ്യവസായം ഇതൊക്കെ മാറ്റി നിർത്തിയാലും ഈ പറയുന്ന നമ്മുടെ എല്ലാ സ്വകാര്യ ജീവിതങ്ങൾ, അതായത് ബാക്കിയുള്ളവരുടെ എടുത്ത് നോക്കുന്ന സമയത്തും നമ്മൾ കണ്ടിട്ടില്ലേ,
ഇപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ എടുക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി, അതായത് നമ്മൾ കാണുന്നതാണ്, കുറേ പേര് ലൈവ് സെക്ഷൻ പോകുന്നുണ്ട്. ഇപ്പം വീഡിയോസ് ചെയ്യുന്നത് അത് പോട്ടെ, പേഴ്സണൽ വ്ളോഗ്, അതിനകത്തൊന്നും കയറി കൈ കടത്തി നമുക്ക് ലൈവായിട്ട് കണ്ടൊന്നും ചെയ്യാനോ അല്ലെങ്കിൽ ചോദിക്കാനോ പറ്റില്ലല്ലോ. പിന്നീട് കമൻറ്റ് ഇടുക എന്നുള്ളത്, ആ കമൻറ്റിൽ തന്നെ വൃത്തികേട് വരാറുണ്ട്. അത് പോട്ടെ, ഞാൻ പറയുന്ന ലൈവ് സെക്ഷനെ കുറിച്ച്. ആ ലൈവ് സെക്ഷനിൽ വൃത്തികേടുകൾ ചെയ്യുന്ന കുറേയധികം പെണ്ണുങ്ങളിപ്പോൾ ഉണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആണുങ്ങളും അല്ലെങ്കിൽ പൊതുവേ വന്ന് കുറ്റം പറഞ്ഞിട്ട് അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അവിടെ മെമ്പർഷിപ്പിന് വേണ്ടി കൂടുന്ന ആൾക്കാരും, അങ്ങനെ നമുക്കറിയാമല്ലോ, ഈ വെളിയിൽ ഭയങ്കര ശുദ്ധനും മാന്യനുമായിട്ട് ഇരുന്നിട്ട് ഈ പറഞ്ഞ രാത്രി കാലങ്ങളിൽ ഇത്തരത്തിലുള്ള പരിപാടിക്ക് ഇറങ്ങുന്ന അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പം ഈ ലൈവ് സെക്ഷനിൽ അല്ലാത്ത നല്ല മാന്യമായിട്ട് വീഡിയോ ചെയ്യാനിരിക്കുന്ന കുറച്ചധികം പെൺകുട്ടികളാണ്. അപ്പോൾ അവർ ആ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പോലും ചില ആൾക്കാർ ചിലപ്പോൾ ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും അല്ലെങ്കിൽ ഫേക്ക് ഐ ഡിന്നായിരിക്കും, എന്നാൽ പോലും വൃത്തികേടുകൾ വന്ന് വിളിച്ച് പറയുന്നത് നമ്മൾ കണ്ടില്ല. അപ്പം ഇതാണ് അവർ എല്ലാവരുടെ മനസ്സിൻ്റെ അകത്തും ഇതുപോലെ ഒരു കൂട്ടം ആൾക്കാരുടെ മനസ്സിൻ്റെ അകത്തെങ്കിലും, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള എല്ലാ സ്ത്രീകളും ഇത്തരത്തിൽപ്പെട്ടവരാണോ, അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി വഴങ്ങി കൊടുക്കുന്ന ആൾക്കാരാണോ, അല്ലെങ്കിൽ ഞാൻ ചുമ്മാ വന്ന് അങ്ങോട്ട് ചെന്ന് ഒന്ന് ചോദിച്ചു നോക്കിയാൽ ചിലപ്പോൾ വീണാലോ, ഇത്തരത്തിലുള്ള ചിന്തയായിട്ട് നടക്കുന്നതിന് കാരണം ഈ സ്ത്രീകൾ, ഒരു വിഭാഗം സ്ത്രീകൾ ഇത്തരത്തിൽ വഴങ്ങി കൊടുക്കുന്നവരുണ്ട്. പക്ഷെ എല്ലാ ആൾക്കാരും അത്തരത്തിലാണെന്ന് മൊത്തത്തിൽ അങ്ങ് നോർമലൈസ് ചെയ്യുന്നതെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, വീഡിയോ തുടങ്ങുന്ന സമയത്തെ ആ സ്ത്രീയും പറയുന്നുണ്ട്, അല്ലെങ്കിൽ മനീഷയും പറയുന്നുണ്ട്, ഇവനും പറയുന്നുണ്ട്, ഞങ്ങൾ പരസ്പരം അറിയാം, നമുക്ക് ആ വീഡിയോ കാണുന്ന സമയത്ത് അറിയാം നല്ല പരിചയമുള്ളതല്ലേ അജിന, എന്നിട്ടാണോ എന്നോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന്. അതിനേക്കാളും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു വിടുവായുത്തം അവൻ ചോദിക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ളൊരു ഒരു ടോക്ക് അവരുടെ ഇടയിൽ നടക്കുന്നുണ്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഈ ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പം മാന്യമായിട്ടുള്ള ക്വസ്റ്റ്യനിങ് ആണെന്നുണ്ടെങ്കിൽ അവന് ചോദിക്കാൻ പറ്റുന്ന കാര്യമാണ്, ഇത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവം നിങ്ങൾക്ക് ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ടോ? അതിനുള്ള മറുപടി നേരത്തെ പറഞ്ഞെങ്കിലും ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ ചോദിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അതിൻ്റെ രീതി എന്ന് പറയുന്നത് അവന് മനസ്സിലായില്ല എന്നുള്ളതാണ്. സ്വബോധമുള്ള ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവും. അവന് സ്വബോധം ഇല്ലേന്ന് എനിക്കറിയത്തില്ല, കാരണം ഇല്ലാത്ത രീതിക്കാണ് സംസാരിക്കുന്നത്. കാരണം ആരെങ്കിലും വന്ന് കതവ് മുട്ടിയ സമയത്ത് തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് മുഖത്തടിച്ചതുപോലെ അത്രയും വൃത്തികെട്ട രീതിയിൽ നടക്കുന്ന സ്ത്രീകൾക്ക് പോലും ചിലർ ചോദിക്കത്തില്ല. അപ്പം ഇത്രയും പരിചയമുള്ളൊരു സ്ത്രീയെടുത്ത് അതെങ്ങനെ ചോദിക്കാൻ പറ്റി എന്നുള്ളത് അവൻ്റെ ഒരു രീതി ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. പക്ഷെ സ്വന്തം വീട്ടുകാരെ പറഞ്ഞ സമയത്ത് പൊള്ളിയില്ലേ, അതുപോലെ അവൻ്റെ പ്രായത്തിലുള്ളൊരു മോനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മോളായാലും ഈ ചേച്ചിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനുള്ളത് കൊടുക്കുകയാണ് വേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിയമ നടപടിയായിട്ട്. കാരണം ഇതെന്ന് പറയുന്നത് പേഴ്സണലി ഈ പറയുന്ന കണക്ക് വ്യക്തിഹത്യ ചെയ്യുന്നത് പോലൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി മറ്റൊരു ഡൗട്ട് എനിക്ക് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഇൻ്റർവ്യൂ ഇതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് വേറെ പാർട്ടായിട്ടൊന്നും ഞാൻ കണ്ടതുമില്ല. അപ്പം പക്ഷേ ഇത് ഇത്രയും വൃത്തികെട്ട രീതിക്കുള്ളൊരു ക്വസ്റ്റ്യനിങ് ആണ്, അവർക്കതിൻ്റെ താല്പര്യമില്ല എന്നുള്ള രീതിക്കാണ് ഇത് അവസാനിപ്പിക്കുന്നത്. എന്നിട്ട് പോലും എന്തുകൊണ്ട് ആ ചാനൽ ഇത് ഇട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോസിറ്റീവ് വാർത്തകൾ കാണുന്നതിനേക്കാളും കൂടുതൽ നെഗറ്റീവ് ഇത്തരത്തിലുള്ള ഗോസിപ്പുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടി മലയാളികൾക്ക് പ്രത്യേകിച്ച് ഒരു ത്വരയുണ്ട്. അന്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു കയറുക അല്ലെങ്കിൽ അതിലൊന്ന് ഒളിഞ്ഞു നോക്കുക, അപ്പം കിട്ടുന്നൊരു സുഖമുണ്ട്. ഇത് തന്നെയാണ് എല്ലാ ചാനൽസിൻ്റെയും പ്രശ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എല്ലാ മനുഷ്യരെയും ഇവിടെ നിലനിർത്തുന്നത് തന്നെ ഇതുകൊണ്ടാണ്. യൂട്യൂബിൻ്റെ നിലനിൽപ്പ് ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. അപ്പം എനിക്ക് തോന്നിപ്പോയ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അവർക്ക് അതായത് അവരെ വ്യക്തിഹത്യ ചെയ്യുന്നത് പോലൊരു ക്വസ്റ്റ്യനിങ് ആണ് ചെയ്തത്. അപ്പം അവർക്ക് സ്വാഭാവികമായിട്ടും ആ ചാനൽ ഡയറക്ടറിനോട് പറയാൻ പറ്റുന്ന കാര്യമാണ്, ഇത് പ്രസിദ്ധീകരിക്കരുത് അല്ലെങ്കിൽ ഇത് ഇടരുത്, ടെലികാസ്റ്റ് ചെയ്യരുത്, ഇതെന്നെ വ്യക്തിപരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്, എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അവരത് പറഞ്ഞോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ അത് കൃത്യമായിട്ട് ടെലികാസ്റ്റ് ചെയ്തു, നമ്മളത് കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അവർക്ക് വേണമെങ്കിൽ ഇത് നിയമ നടപടിയായിട്ട് പോവാം, അല്ലെങ്കിൽ അവർക്കെതിരെ ഇതുപോലെ വ്യക്തിഹത്യ ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷേ എന്നിട്ട് പോലും അങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടില്ല. ഇനി നടന്നോ ഇല്ലേന്ന് അറിയത്തില്ല. അപ്പം ചില സമയത്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ട്, അതായത് വൈറലാവുക. ഇതിപ്പം മനീഷ എന്ന് പറയുന്ന ആ ചേച്ചി എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ പോസിറ്റീവ് സൈഡ് തന്നെയാണ് വെളിവാക്കുന്നത്. കാരണം അത്രയും വൃത്തികെട്ട രീതിക്ക് ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അവർ തുറന്നടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തുറന്നടിക്കുന്ന സമയത്ത് അവരുടെ പോസിറ്റീവ് സൈഡാണ് അവിടെ വെളിവാകുന്നത്. നെഗറ്റീവ് സൈഡിലേക്ക് പോകുന്നത് ആ ഇൻ്റർവ്യൂ നടത്തിയ വ്യക്തിയാണ്. അവർക്ക് പക്ഷേ അതൊന്നും ബാധിക്കേണ്ട കാര്യമില്ല, അവർക്ക് ജസ്റ്റ് ഒന്ന് വൈറലാവുക. അതായത് നമുക്കറിയാവുന്ന കാര്യമാണ്, ഇപ്പോൾ വൈറലിൽ പലതരത്തിലുണ്ട്. അതായത് നെഗറ്റീവ് ഷെയ്ഡിലൂടെ വൈറലാവാൻ പറ്റും, പോസിറ്റീവ് സൈഡിലൂടെ വൈറലാവാൻ പറ്റും. എന്തിരുന്നാൽ പോലും വൈറലായാൽ മതി. പിന്നീട് നമുക്കത് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ശരിയാക്കി എടുക്കാമെന്നൊരു വിശ്വാസം കാണുമായിരിക്കും എങ്ങനെയെങ്കിലും ഒന്ന്. കാരണം നെഗറ്റീവ് പറയുന്ന ഇവ ഇനി ആരെയും നിന്നാണ് തല്ലുള്ളിത്തരം കേൾക്കാൻ പോണത് അല്ലെങ്കിൽ കൊള്ളാൻ പോണേന്ന് വെച്ചിട്ടെങ്കിലും വീണ്ടും അതിലേക്ക് ആ ചാനലിലേക്ക് ആൾക്കാർ പോവും ആകൃഷ്ടരായിട്ട്. അതാണോ തന്ത്രമെന്നും അറിയത്തില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും എനിക്ക് തോന്നുന്നു ഈ ഒരു സംഭവം പബ്ലിഷ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് മനീഷ എന്ന് പറയുന്ന ഒരു ആക്ട്രസിൻ്റെ നല്ല ഒരു വശം മാത്രമേ ആൾക്കാരിലേക്ക് ചെന്നിട്ടുള്ളൂ. കാരണം കൊടുക്കേണ്ട എല്ലാവരും കുറ്റം പറയുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനോട് ഈ മറുപടി കൊടുക്കുന്നതിൽ അപ്പുറത്തേക്ക് ചെവുക്കല്ല് നോക്കി ഒന്ന് കൊടുക്കുക എന്നുള്ളായിരുന്നു.
അപ്പം ഇനിയെങ്കിലും ഇത്തരത്തിൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ ഒന്നുമില്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ആൾക്കാരെങ്കിലും പറയിപ്പിക്കുന്നത് നിർത്തുക എന്നുള്ളതാണ്. കാരണം ഈ പറയുന്ന അവന് പെങ്ങളോ അമ്മയോ ഈ പറയുന്ന ജീവൻ ഉണ്ട് എന്നുള്ള രീതിക്ക്, കാരണം അവർക്ക് വ്യക്തിപരമായിട്ട് അറിയാന്നുള്ള കാര്യമാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരു പെങ്ങളോ ഉണ്ടായതുകൊണ്ടായിരിക്കണമല്ലോ ആ ചേച്ചി അങ്ങനെ പറയുന്നത്. അപ്പം അവരെപ്പോലും ഇത്തരത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് ഇതും ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണല്ലോ, ഇതുപോലെ വൈറൽ ആവാൻ വേണ്ടിയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസും ആൻസറിങ് ആണെന്നുണ്ടെങ്കിൽ അതിന് പോലും നിന്ന് കൊടുത്തിട്ട് വീട്ടുകാരെ പറയിപ്പിക്കുന്ന അല്ലെങ്കിൽ പെങ്ങളെ പോലും അതിലേക്ക് വലിച്ചടിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്ത് തരത്തിലുള്ള ജോലിയാണെന്ന് ആദ്യം ആലോചിക്കുക. പിന്നീട് ഈ പറയുന്ന കണക്ക് എന്താ പറയുന്നത്, ഇതുപോലെ അതായത് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുന്നതിനകത്ത് ഇതുപോലൊരു റിപ്പോർട്ട് വന്ന് എന്ന് കരുതിയിട്ട് എല്ലാ ആൾക്കാരും ഇത്തരത്തിലുള്ള ആണെന്ന് മൊത്തത്തിൽ അങ്ങ് എന്താ പറയുന്നത് ആക്കിയെടുക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു പ്രവണത കൂടിയാണ്. മറ്റൊരു കാര്യം, തമിഴ്നാട്ടിലും ഇത്തരത്തിലുള്ളൊരു കാര്യം വന്നിട്ടുണ്ട്. നടികർ സംഘം എന്ന് പറയുന്ന അവർക്കുള്ള പുതിയൊരു കമ്മിറ്റി എന്തോ രൂപീകരിക്കാൻ പോകണം. പക്ഷെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഇതിനകത്ത് അലിഗേഷൻസ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് കംപ്ലൈൻറ്റ് പറയാൻ പറ്റും, ആരാണെന്ന് പറയാൻ പറ്റും, മൊഴി കൊടുക്കാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ വരുന്ന റിപ്പോർട്ടോ ഇതിൽ ഈ പറയുന്ന അലിഗേഷൻസോ അല്ലെങ്കിൽ ആരുന്നയിച്ചു ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും മീഡിയാസിൻ്റെ മുന്നിലേക്ക് പറയാനേ പാടില്ല. ഒരു കാര്യങ്ങളും മീഡിയാസിന് മുന്നിൽ എത്തിക്കാൻ പാടില്ല. കാരണം അവർക്ക് കൃത്യമായിട്ട് ആ ഇൻഡസ്ട്രി മൊത്തത്തിൽ തകർന്നു പോകും, അല്ലെങ്കിൽ അവരുടെ കരിയർ തന്നെ അവസാനിക്കും എന്നുള്ള കാര്യം അറിയാം. പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെന്ന് അറിയത്തില്ല. ചിലപ്പോൾ വെളിയിലോട്ട് പോകാതെ എല്ലാം പറഞ്ഞ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. എന്നിരുന്നാൽ പോലും ഇവിടെ നടന്ന പോലെ ഹേമ കമ്മിറ്റിയുടെ മറ്റൊരു വേർഷൻ തമിഴ്നാട്ടിലും ആരംഭിച്ചിരിക്കുകയാണ്, നടന്നിട്ടുണ്ട്. അതിൻ്റെ തലപ്പത്ത് അതായത് ഇരിക്കുന്ന വ്യക്തി വിശാൽ എന്നൊക്കെയാണ് വെളിയിൽ വന്നിട്ടുള്ളത്. അപ്പം എന്തായാലും അത് നേരെ രീതിക്ക് പോകട്ടെ. പിന്നെ നമ്മുടെ മീഡിയാസ് അല്ലേ, അവിടുത്തെ ആയാലും ഒരുപോലെ ആയിരിക്കുമല്ലോ. അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഒഴിച്ചോർത്തിയെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എല്ലായിടത്തും നമുക്ക് മൊത്തത്തിൽ പറയാൻ പറ്റുന്ന കാര്യം ഇത് മലയാള ഫീൽഡിൽ മാത്രം നടക്കുന്നതല്ല, എല്ലാ ഭാഷകളിലും ഈ ഒരു സംഭവം നടക്കുന്നുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റിന് വഴങ്ങിക്കൊടുക്കുന്ന ആൾക്കാരുണ്ട്, അത് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. വഴങ്ങിക്കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് അവർക്ക് അവസരങ്ങൾ കിട്ടാതിരിക്കുന്ന സമയത്ത് അത് വിളിച്ചു കൂവിക്കൊണ്ട് പ്രശ്നമാക്കുന്ന ആൾക്കാരുണ്ട്, ചിലപ്പം ഇരയാക്കപ്പെടുന്ന ആൾക്കാരുമുണ്ട്. അപ്പം ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ എല്ലായിടത്തും നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ആലോചിച്ച് കൂട്ടിയിട്ട് മനസ്സിലാവുന്നതെന്ന് പറയുന്നത് ഇത് മലയാളത്തിൽ ഏറ്റവും കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. ബോളിവുഡ് ഹോളിവുഡിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇതൊരു പ്രശ്നമേ ചിലപ്പോൾ ആയിരിക്കത്തില്ല. അപ്പം നമ്മൾ ഈ മലയാളികൾക്ക് ഇതൊക്കെ ഭയങ്കര അയ്യോ ഇത് ഭയങ്കര സംഭവമാണല്ലോ എന്നുള്ള രീതിക്ക് എടുക്കുന്നുണ്ടെങ്കിലും സത്യത്തിൽ നമുക്കറിയാവുന്ന കാര്യമാണ്, രാത്രി ആയി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയാസ് അല്ലെങ്കിൽ ഈ പറയുന്ന പല ആപ്പുകൾ വഴിയിട്ട് ഒരു പരിചയമില്ലാത്ത ആൾക്കാരുമായിട്ട് ഇതുപോലുള്ള ചാറ്റിങ്ങിനും ചീറ്റിങ്ങിനും ഒക്കെ പോകുന്ന ആൾക്കാർ തന്നെയാണ് മലയാളികളിൽ ഒരു 10% അവരാണ് ഏറ്റവും കൂടുതൽ വന്നിട്ട് ഈ പറയുന്ന കുൽസിതങ്ങളിൽ ഏർപ്പെട്ടിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നിട്ട് നമ്മൾ വീഡിയോസ് ഇടുന്ന സമയത്ത് അതിനകത്ത് ചൊറിയാനൊക്കെ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പേഴ്സണലായിട്ട് തോന്നുന്ന കാര്യമാണ്. കുറച്ചുകൂടെയൊക്കെ നമുക്ക് അറിയുകയും ചെയ്യുമല്ലോ. അപ്പം ഇങ്ങനെയുള്ള കമൻറ്റുമായിട്ട് വരുമല്ലോ നമുക്ക് ഈ പറയുന്ന സോഷ്യൽ മീഡിയാസ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ FBക്കകത്തായാലും ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിനകത്തായാലും ചില ആൾക്കാരുടെ ഈ പറയുന്ന ഒരു ഹായ് പറഞ്ഞ് തിരിച്ചൊരു റിപ്ലൈ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഹായ് മിണ്ടൂല് ഞാൻ അൺഫോളോ ചെയ്യുകയാണ്. ഇങ്ങനെ കുറേ ട്രിക്കുമായിട്ട് വരുന്ന കുറേ കേമന്മാരുണ്ട്. പക്ഷേ ആണുങ്ങളെ മൊത്തത്തിൽ ഞാൻ പറയല്ല, സ്ത്രീകളുണ്ട്. നമുക്കറിയാവുന്ന കാര്യമുള്ളൂ. ഇപ്പം നിവിൻ പോളിയുടെ ആയാലും മുകേഷിൻ്റെ എല്ലാം കേസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. മുകേഷിൻ്റെ നിവിൻ പോളിൻ്റെ ചേർത്ത് വയ്ക്കാൻ പറ്റത്തില്ല. കാരണം നിവിൻ പോളി മൊത്തത്തിൽ മാറി നിൽക്കുന്ന ഒരു വ്യക്തിയെ ഇതുവരെ കുറ്റം അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള വഴി കൂടെ പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷേ മുകേഷ് ആ സ്ത്രീ അവർ തമ്മിൽ മുനീർ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. അവർ തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് സമ്മതത്തോടെ നടന്നൊരു സംഭവമാണ്. അപ്പോൾ രണ്ടുപേരും ഉപമിക്കാൻ പറ്റത്തില്ലല്ലോ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പം സ്ത്രീകളും ഇത്തരത്തിൽ അത്ര പുറകോട്ടൊന്നുമില്ല, അത്രയല്ല. എനിക്കൊന്ന് പുരുഷന്മാരെ കഴിയും ഏറ്റവും കൂടുതൽ നിൽക്കുന്ന സ്ത്രീകളാണെന്ന് തന്നെയാണ് തോന്നുന്നത്. എന്നിരുന്നാൽ പോലും ഇവിടെ ഈ പറയുന്ന ഉറപ്പായിട്ടും ഈ ഒരു ആങ്കറിന് ഉറപ്പായിട്ടും ഈ ഒരു രീതി മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ അടി ആരെയെങ്കിലുമൊക്കെ ഇറന്ന് വാങ്ങിക്കും.